സ്വർണ്ണവില വൻ മുന്നേറ്റം നടത്തുന്നു. ഇന്നൊരു പൗണ്ട് സ്വർണത്തിന് 760 രൂപയാണ് വർദ്ധിച്ചത്. വരും ദിവസങ്ങളിലും വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. ആഭരണം ഉൾപ്പെടെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നതാകും നല്ലത്. ആഗോള വിപണി സാഹചര്യം മോശമായതാണ് സ്വർണ്ണവില ഉയർത്തുന്നത്. അമേരിക്കയുമായി യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ചൈന അറിയിച്ചിട്ടുണ്ട്. ഇതോടെ അമേരിക്കയ്ക്ക് തത്തുല്യമായ തിരിച്ചടി ചൈനയിൽ നിന്ന് പ്രതീക്ഷിക്കാം. ലോകത്തെ രണ്ട് സാമ്പത്തിക ശക്തികൾ പോരടിക്കുന്നതാണ് വിപണിയെ അസ്വസ്ഥതപ്പെടുത്തുന്നത്. എല്ലാം തകിടം മറിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളാണ്. ഓരോ ദിവസവും സ്വർണ്ണവില ഉയരുന്നതാണ് വിപണിയിലെ കാഴ്ച. ഇന്നൊരു പവൻ സ്വർണത്തിന് 72,000 രൂപ പിന്നിട്ടു. ആദ്യമായാണ് ഇത്രയും ഉയർന്ന വിലയിൽ എത്തുന്നത്. ഒരു പൗണ്ട് സ്വർണത്തിന് 72,120 രൂപയാണ് ഇന്ന് നൽകേണ്ടത്. ഗ്രാമിന് 95 രൂപയും പവന് 760 രൂപയും വർദ്ധിച്ചു. ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ നിരക്ക് 65,800 രൂപയായിരുന്നു. 22 ക്യാരറ്റ് ഗ്രാമിന് 915 രൂപയാണ് പുതിയ നിരക്ക്. 18 ക്യാരറ്റ് ഗ്രാമിന് 7,410 രൂപയാണ് വില. ഇതിൽ നേരിയ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. അതേസമയം വെള്ളിയുടെ വില ഗ്രാമിന് 1 രൂപ കൂടി 109 രൂപയിലെത്തി. അന്തർദേശീയ വിപണിയിൽ സ്വർണം ഔൺസിന് $3,384 ഉയർന്നു. ഇന്ന് വലിയ വില മുന്നേറ്റം അന്തർദേശീയ വിപണിയിലും പ്രകടമാണ്. 22 ക്യാരറ്റ് സ്വർണം 10 ഗ്രാമിന് 90,000 രൂപ കടന്നു എന്നതും ഇന്ന് കേരള വിപണിയിൽ സംഭവിച്ച മാറ്റമാണ്. സ്വർണം ഔൺസിന് വില $4,000 ഈ വർഷം കടക്കുമെന്നാണ് പ്രവചനങ്ങൾ. അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിൽ പവൻ സ്വർണത്തിന് 90,000 രൂപയിലേക്ക് എത്തും. അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന് ആവശ്യക്കാർ ഏറിയിട്ടുണ്ട്. ഡോളർ മൂല്യം ഇടിയുന്നതാണ് സ്വർണ്ണവില കൂടാനുള്ള മറ്റൊരു കാരണം. ഡോളർ സൂചിക 98 എന്ന നിരക്കിലേക്ക് എത്തി. വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും കുറഞ്ഞ നിരക്കിലേക്ക് ഡോളർ വീഴുന്നത്. ട്രംപിന്റെ പുതിയ നയങ്ങൾ പാളി എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഡോളർ ഇത്രയും താഴ്ചയിലേക്ക് വീഴുമെന്ന് ട്രംപ് വിചാരിച്ചിരിക്കില്ല. സ്വന്തം കറൻസി മൂല്യം നഷ്ടപ്പെടുന്നത് അമേരിക്കയ്ക്ക് ചെലവ് ഇരട്ടിയാക്കും. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ 85.38 എന്ന നിരക്കിലേക്ക് ഉയർന്നു. വിപണിയിലെ അസ്ഥിരത, പ്രധാന സാമ്പത്തിക ശക്തികളുടെ പോര്, താരിഫ് നിരക്കിലെ അവ്യക്തത, ഡോളർ മൂല്യമിടിവ്, പലിശ നിരക്ക് വൈകാതെ കുറയ്ക്കുമെന്ന പ്രചാരണം എന്നിവയെല്ലാമാണ് സ്വർണ്ണവില കൂട്ടുന്നത്. ഡോളർ വിട്ട് സ്വർണത്തിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കുന്നുണ്ട്. ലാഭമെടുക്കാൻ വേണ്ടി വിറ്റഴിക്കൽ നടന്നാൽ മാത്രമേ ഇനി സ്വർണം വില താഴുകയുള്ളൂ. കേരളത്തിൽ ഇന്നൊരു പൗണ്ട് സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് 78,000 രൂപ ചെലവ് വരും. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലാണ് ഈ വില. അതേസമയം പഴയ സ്വർണം വിൽക്കുന്നവർക്ക് വലിയ സന്തോഷമാണിന്ന്. ഒരു പവന് 1,400 രൂപയ്ക്കും 2,800 രൂപയ്ക്കും ഇടയിൽ കുറച്ചുള്ള ബാക്കി തുക കിട്ടിയേക്കും. സ്വർണ്ണവില പിടിവിട്ടതോടെ ആഭരണം വാങ്ങുന്നവർ നിലപാട് മാറ്റിയെന്നാണ് ജുവല്ലറി വ്യാപാരികൾ പറയുന്നത്. ആവശ്യങ്ങൾക്ക് പോലും എടുക്കുന്ന സ്വർണ്ണാഭരണത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. ഏറിയാൽ 10 പവനാണ് മിക്കവരും ആഭരണമായി വാങ്ങുന്നത്. പലരും പഴയ സ്വർണം മാറ്റിവാങ്ങി വിവാഹ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ്. ചിലർ 18-14 ക്യാരറ്റ് സ്വർണ്ണാഭരണത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. നിക്ഷേപമായി സ്വർണം വാങ്ങുന്നവർ ഗോൾഡ് ETF ഇടപാട് നടത്തുന്നതാണ് നല്ലത്.